ഹലോ. ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. നമ്മൾ തിരിച്ച് ഇന്ത്യയിൽ ലാൻഡ് ആയിട്ടുണ്ട്. കുറച്ച് ദിവസം എത്തിയിട്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയണം. നമ്മൾ ആക്ച്വലി എക്സാം കഴിഞ്ഞിട്ട് ഇന്ന ദിവസം ഇങ്ങോട്ട് പോവാം എന്നുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ സ്പോട്ടായിരുന്നു ചിലൻസോർ ബസാർ. ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോണത്. പോയിട്ട് ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ഏരിയ ആണ്. കുറേ സാധനങ്ങളുണ്ടായിരുന്നു, കുറേ ഡ്രസ്സും, കുറേ എല്ലാത്തിനും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഒരു ഷൂ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഷോപ്പിംഗ് സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ കുറേ കാര്യം വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കുറേ ക്ലിപ്സൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെക്കൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് ചോർസോ ബസാർ ആണ് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിലെ വൺ ഓഫ് ദ ഓൾഡ് ആൻഡ് ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ചോർസോ എന്ന് പറയുന്നത്. നമ്മളിവിടെ പോയിട്ടുള്ളത് കുറച്ച് നട്ട്സും പിന്നെ അതേപോലെ ഡ്രൈഡ് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ചോർസോനേക്കാളും ചോർസോയിൽ ഡ്രസ്സസൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ കുറച്ചും കൂടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ചിലൻസോറിലായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ആഡ് ചെയ്യാൻ സമയത്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് ചോർസോയിൽ നിന്നിട്ട് ഞാൻ അധികം ക്ലിപ്സ് എടുത്തിട്ടില്ല എന്നുള്ളത്. ആകെ ഒരു 2-3 ക്ലിപ്സേ ഉള്ളൂ. യൂട്യൂബിൽ ഞാൻ സീരിയസ് ആക്കാണ്ടിരിക്കുന്നുണ്ടോയെന്ന് എനിക്ക് നല്ലൊരു ഡൗട്ടുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്ത് പോയ സമയത്തും എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്നുള്ളതിൻ്റെ ഭയങ്കര ഐഡിയ ഉണ്ടായിരുന്നു. റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഫ്ലൈറ്റിന് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാൻ ഭയങ്കര പണിയായിരുന്നു. പിന്നെ നമ്മുടെ എക്സാം ഡേറ്റും അതും ഇതൊന്നും നമുക്ക് ഫിക്സ്ഡ് ആയിരുന്നില്ല. കിട്ടിയ ടിക്കറ്റിൽ നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെയിറ്റ് കുറച്ച് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഒരു തരി സാധനം പോലും എടുക്കാൻ പറ്റില്ല. കാരണം ഒരിത്തിരി വെയിറ്റ് കൂടിയാൽ മതി, പിന്നെ പ്രശ്നം ഉണ്ടാകാൻ പോണത് കുറച്ചൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം സാധനങ്ങൾ വാങ്ങിക്കാനും അത് കൊണ്ടുപോകാനുള്ളതും. കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും സാധനം വാങ്ങിക്കഴിഞ്ഞത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷമം അതൊരു വേറെ വിഷമം തന്നെയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ലാസ്റ്റായിട്ട് പോയിട്ടുള്ളത് സിറ്റി മോളിലാണ് കേട്ടോ. താഷ്കൻഡ് സിറ്റി മോളിലാണ് നമ്മൾ ലാസ്റ്റായിട്ട് പോയിട്ടുള്ളത്. അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഷീറ്റ് മാസ്ക് വാങ്ങി. വേറെ ഒന്നും വാങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് താഷ്കൻഡ് സിറ്റി പാർക്കിൽ പോയിട്ട് ഫോട്ടോ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഫോട്ടോ ബൂത്തിൽ പോയിട്ട്. അത് നമ്മൾ ചെയ്തു ഒരു ഓർമ്മയായിട്ട്. കുറേ ദിവസമായി നമ്മൾ പോകണം എന്ന് വിചാരിക്കുന്നു. അത് ഇപ്പോഴാണ് ആ സമയത്താണ് നടന്നിട്ടുള്ളത്. ഷോപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി എനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു സാധനം വാങ്ങാൻ പോയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ആ ഷോപ്പിലുള്ള സാധനങ്ങൾ കാണാൻ എനിക്ക് അതിലേറെ ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷോപ്പ് കണ്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ പോയി നോക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങുമ്പോൾ ഞാനൊരു 1000 വട്ടമെങ്കിലും മിനിമം ഞാൻ ആലോചിക്കും, അതെനിക്ക് വേണോ, അതെനിക്ക് നെസസറി ആണോ, ഇത്രയും കാലം ആ സാധനം ഉണ്ടായിട്ടാണോ ഞാൻ ജീവിച്ചത്, എനിക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണോ എന്ന് എനിക്ക് ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നല്ലപോലെ ആലോചിക്കും. ബിക്കോസ് ഇത്രയും കാലം വീട്ടുകാരുടെ കൂടെയൊക്കെ ഷോപ്പിങ്ങിന് പോയിട്ടുള്ളത്. ഇപ്പം നമ്മൾ സ്വന്തമായിട്ടാണ് എല്ലാ ഷോപ്പിംഗ് ചെയ്യുന്നത്. പിന്നെ നമ്മളങ്ങനെ ആലോചിച്ച് പോകുമല്ലോ. നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4-5 ദിവസം മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ തുടങ്ങിയത്. പിന്നെ തലേ ദിവസവും 2 ദിവസം മുന്നേ എന്ന സമയത്ത് നമുക്ക് എല്ലാതും കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നാട്ടിൽ പോണതിൻ്റെ ഷോപ്പിങ്ങും അതേപോലെ തന്നെ പാക്കിംഗ് ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്.